നമ്മൾ യാത്രാ പഠന ചിന്തകളുടെ മറ്റൊരു എപ്പിസോഡിലാണുള്ളത്. ഒരുപാട് വിന്നേഴ്സിനെ ഇങ്ങനെ കാണാൻ പോകുന്ന സമയത്ത് വിന്നേഴ്സ് അവരുടെ സന്തോഷങ്ങൾ പറയും. പലപ്പോഴും അവരുടെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ. അതായത് ഞാൻ ഇപ്രാവശ്യം ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു അവസാന ചാൻസാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയൊരു ചാൻസ് ഇല്ല, ഓക്കെ ഇപ്രാവശ്യം തന്നെ ക്വാളിഫൈ ചെയ്യണം നിർബന്ധമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് അവർ ക്വാളിഫൈ ചെയ്തതെന്ന് തോന്നുന്നു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം ഇതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാനങ്ങനെ ക്വാളിഫൈ ചെയ്ത ആളുകളോട് പിന്നീട് സംസാരിക്കാറുണ്ട്. ഓക്കെ, അപ്പം അതിൽ നിന്ന് മനസ്സിലായിട്ടില്ല, ഒരിക്കലും നമ്മളെ പ്രിയപ്പെട്ടവർക്ക് ഏതൊരു എക്സാം വരുന്ന സമയത്തും ഇതൊരു അവസാന ചാൻസാണ്, ഈ പരീക്ഷയിൽ ഏതായാലും വിജയിച്ചിരിക്കണം ഓക്കെ എന്നുള്ള ഒരു പ്രഷർ നമ്മൾ കൊടുക്കരുത്. ഇത് തീർച്ചയായിട്ടും അവരെ പെർഫോമൻസിനെ നെഗറ്റീവായിട്ട് ബാധിക്കുകയാണ് ചെയ്യുക. പക്ഷെ അതേസമയം ഞാൻ കുട്ടികളോട് പറയുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, ഇതുപോലെ തന്നെ പറയാറുണ്ട്, നിങ്ങളതിലൊരു ടേക്ക് എടുക്കണം, ഇത് നിങ്ങൾ അവസാന ചാൻസാണ്, നിങ്ങൾ തീരുമാനിക്കണം. ഓക്കെ, ഒരു കുട്ടിക്ക് തീരുമാനിക്കാം, അതായത് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് തീരുമാനിക്കാം ഇതെൻ്റെ അവസാന ചാൻസാണ്. അത് ഡെഫിനറ്റ്ലി അവർക്കൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഡെഫിനറ്റ്ലി ആ പ്രഷർ അവർക്ക് പഠിക്കാനുള്ള ഒരു എക്സ്ട്രാ മോട്ടിവേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പ്രിയപ്പെട്ടവർ, പാരൻസ്, പാർട്ട്നേഴ്സ്, ഓക്കെ അങ്ങനെ ഗാർഡിയൻസ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇത് പറയുമ്പം ഇവരെ സംബന്ധിച്ച് ഇത് പ്രഷറാണ്. ജയിച്ച അപൂർവം കേസുകളുണ്ടായിരിക്കും, പക്ഷേ ആ കേസുകളിനേക്കാളേറെ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കറിയാവുന്ന ഒരുപാട് കുട്ടികളുമായിട്ട് സംസാരിക്കുന്ന ഒരാളാണെന്നുള്ളത് കൊണ്ട് തന്നെ അതിനേക്കാളേറെ പ്രഷർ കാരണമായിട്ട് ബെറ്റർ പെർഫോം ചെയ്യാത്ത ആളുകളാണ് ഈ ഒരു എക്സാമ്പിളിൽ കൂടുതലായിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ആ സപ്പോർട്ട് നമ്മളെ പ്രിയപ്പെട്ടവർക്ക്, ആ എക്സാം എഴുതുന്ന ആളുകൾക്ക് കൂടി സപ്പോർട്ടാവുന്ന രീതിയിലാവുമ്പോഴായിരിക്കും വാട്ട് വി കൻ സേ ഇത് എഫക്റ്റീവാണെന്ന് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ടായിട്ട് ഫീൽ ചെയ്യുള്ളൂ. നമ്മുടെ ഇൻറ്റൻഷൻ വളരെ വളരെ പോസിറ്റീവായിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ നിന്ന് അവർക്കൊരു പേടി വന്നിട്ട് അവർക്ക് പഠിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ആ പേടി മനസ്സിന് നെർവസ്നെസ്, ആങ്സൈറ്റിയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആ ആങ്സൈറ്റി കാരണം അവർക്ക് പെർഫോം ചെയ്യാൻ പലപ്പോഴും ബെറ്ററായിട്ട് പറ്റില്ല എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ പ്രിയപ്പെട്ടവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് സപ്പോർട്ടീവായിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ആ സപ്പോർട്ട് നമ്മൾ ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കണം. ആ ഒരു സമയത്താണ് നമുക്ക് വാട്ട് വി കൻ സേ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും അല്ലെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ടവർക്ക് നല്ല സ്കോർ നേടാനും ക്വാളിഫൈ ചെയ്യാനും സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം.